അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധമുണ്ടായ സമയത്ത് ഏറ്റവും കൂടുതൽ അതിൽ ബാധിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ പല രാജ്യങ്ങളെയും വലിയ രീതിയിൽ ബാധിച്ചു. ഹോർമോസ് കടലിടുക്ക് അടച്ചു. അതോടുകൂടി തന്നെ ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും അതുവഴി ഇന്ധനങ്ങൾ കൊണ്ടുപോകാനുള്ള അല്ലെങ്കിൽ പാചകവാതകം കൊണ്ടുപോകാനുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം അവർ നേരിട്ടു. പക്ഷേ ഇറാൻ ഇന്ത്യക്ക് മാത്രം ഹോർമോസിലൂടെ എണ്ണകളെല്ലാം തന്നെ കൊണ്ടുപോകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. പക്ഷേ ഭാരതത്തിന് വലിയ രീതിയിലുള്ള ഈ ഇന്ധനം കിട്ടാനുള്ള ഒരു ലഭ്യത വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. അങ്ങനെ ഈ വാണിജ്യ സിലിണ്ടറുകളടക്കം ഗാർഹിക സിലിണ്ടറുകളടക്കം ഒരു ഷോർട്ടേജ് അവിടെ വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുറച്ച് ഹോട്ടലുകളൊക്കെ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥയിലെത്തി. കുറച്ച് ഹോട്ടലുകളുടെ മുന്നിൽ വാണിജ്യ സിലിണ്ടറുകൾ ഇല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തേക്ക് പൂട്ടുന്നു, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നമ്മൾ തുറക്കില്ല എന്നൊക്കെ ഒരു ബോർഡുകൾ കണ്ടു. അത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള ഒരു വിഷമമുണ്ടായി. കാരണം കുറച്ച് പേർ, കാരണം ഈ ഹോട്ടൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർ അന്നന്ന് ജോലി ചെയ്ത് അധ്വാനിക്കുന്ന ആളുകളാണ്. കാരണം അവർക്ക് ഒരു ദിവസം വരുമാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, അവിടുത്തെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് പറയുന്നത്, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ പല തരത്തിലുമുള്ള നീക്കങ്ങൾ, പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലടക്കം ചർച്ചകൾ ഇങ്ങനെ 24 മണിക്കൂർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോർമോസ് വഴി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് മാർഗത്തിലൂടെ നമുക്ക് എണ്ണകൾ കൊണ്ടുവരാൻ പറ്റും, എണ്ണ പാചകത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ധനങ്ങളുടെ വില കൂട്ടാതെ നമുക്ക് ഏതൊക്കെ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ എണ്ണ കമ്പനികൾ നഷ്ടം, കോടികൾ കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല, നിങ്ങൾ അത് സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാം ഇന്ധനങ്ങളും എല്ലാം തന്നെ കൊടുത്തോളൂ, ആ നഷ്ടം കേന്ദ്ര സർക്കാർ നികത്താം എന്നൊക്കെയുള്ള പല ചർച്ചകളും പല നീക്കങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. നിലവിലിപ്പോൾ സമാധാന കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തുന്നു. അങ്ങനെ ക്രൂഡ് ഓയിൽ വില വലിയ രീതിയിലേക്ക് ഇടിഞ്ഞ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ ഇനിയിപ്പോൾ ഹോട്ടൽ മേഖലകൾക്ക് ഒരു സന്തോഷ വാർത്ത നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് വാണിജ്യ സിലിണ്ടറുകൾ, അതായത് ഹോട്ടലിലേക്ക് ഉപയോഗിക്കുന്ന വാണിജ്യ സിലിണ്ടറുകളും വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറുകളുടെ വില ഇനിയിപ്പോൾ കുറയുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് ഹോട്ടൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വാണിജ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം തന്നെയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുറയുക എന്ന് പറയുമ്പോൾ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണ കമ്പനികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എണ്ണ ഇറക്കുമതി സാധാരണ നിലയിലായ സാഹചര്യത്തിൽ അടുത്ത മാസം 1-ാം തീയതി മുതൽ സിലിണ്ടർ ഒന്നിന് 500 മുതൽ 700 രൂപ വരെ വില കുറയുമെന്നാണ് ലഭിക്കുന്ന വാർത്തകൾ. ഇത് വാണിജ്യ സിലിണ്ടറിനാണ് ഒരു വില കുറയാൻ പോകുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നുണ്ടായ ഇന്ധനക്ഷാമവും അനിയന്ത്രിതമായ വില വർധനവും കാരണം രാജ്യത്തുടനീളം വലിയൊരു പ്രതിസന്ധി ഹോട്ടൽ മേഖല നേരിട്ടു. അതുകൊണ്ടാണ് അവർക്ക് 500 മുതൽ 700 രൂപ വരെ അതിലൊരു കുറവ് വരുത്താനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ ഇപ്പോൾ വരുത്തുന്നത്. കൂടാതെ അവർക്ക് ഒരു സിലിണ്ടർ കൊടുത്താൽ മതി, അല്ലെങ്കിൽ അതിനുശേഷം ആദ്യം ഒരു സിലിണ്ടർ മാത്രം കൊടുത്താൽ മതി, അതിനുശേഷം പിന്നെ 2 സിലിണ്ടർ കൊടുത്താൽ മതി എന്നൊക്കെയുള്ള ഒരു കർശനമായ ഒരു നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ എല്ലാ നിയന്ത്രണങ്ങളും മാറ്റി പണ്ട് എത്രയാണോ, അതായത് ഒരു ഹോട്ടൽ മേഖല അനുസരിച്ച് അവരുടെ ഹോട്ടലിന്റെ വലിപ്പം അല്ലെങ്കിൽ കപ്പാസിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഒരു മാസം അവർക്ക് 3-4 വാണിജ്യ സിലിണ്ടറുകൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം എത്രത്തോളം പണ്ട് എങ്ങനെയായിരുന്നോ ആ രീതിയിലേക്ക് പഴയപടി ആക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആവശ്യത്തിന് ഗ്യാസ് ലഭിക്കാതിരുന്നതും ഉയർന്ന വില മൂലം കേരളത്തിൽ ഉൾപ്പെടെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടേണ്ടി വന്നു എന്ന് മാത്രമല്ല, നിരവധി ഹോട്ടലുകൾ ഈ ഭക്ഷണ ഐറ്റത്തിനെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വില വർധനവ് നൽകി. അതായത് ചായക്കൊക്കെ 10 രൂപയായിരുന്ന ചായ ഇപ്പോൾ 14, 15, 16 രൂപയൊക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരുമോ എന്ന് ജനങ്ങളെപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ചോദിക്കുന്നുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണത്തിന് ഏർപ്പെടുത്തിയിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും നീക്കാനായിട്ട്, അടിയന്തരമായി തന്നെ നീക്കാനായിട്ട് കേന്ദ്രം ഇപ്പോൾ നിർദ്ദേശം നൽകുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള LPG ശേഖരം ഇപ്പോൾ രാജ്യത്തെ തീരങ്ങളിൽ എത്തിച്ചേർന്നതോടെ ഗ്യാസ് ലഭ്യത ഇപ്പോൾ സുഗമമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിതരണം പഴയപടിയാക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വില കുറയുന്നതോടെ അടച്ചുപൂട്ടിയ ഹോട്ടലുകളും ഭക്ഷണശാലകളും വീണ്ടും തുറക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ വ്യാപാരികളും സർക്കാരും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വാണിജ്യ സിലിണ്ടർ വിതരണം വൈകാതെ പൂർണ്ണമായും സാധാരണ നിലയിലാകുമെന്നാണ് വിലയിരുത്തൽ. വില നിർണയത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിലെ വില, കൂടാതെ ഗാർഹിക ആവശ്യത്തിനുള്ള LPG ഇറക്കുമതിയുടെ ചെലവ്, വിദേശ നാണയ വിനിമയ നിരക്കുകൾ, കൂടാതെ സർക്കാരിന്റെ സബ്സിഡി നയങ്ങളെല്ലാം പ്രധാന കാര്യങ്ങളാണ്. അന്താരാഷ്ട്ര ഊർജ്ജ പ്രതിസന്ധികൾ മൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ നികത്താനായി എണ്ണ കമ്പനികൾ സമീപ മാസങ്ങളിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറുകളുടെ വില ആഗോള പ്രവണതകൾക്കനുസരിച്ച് വലിയ തോതിൽ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമാകാറുണ്ട്.
ഉപഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാർ സബ്സിഡി ലഭ്യമാക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താനാണ് ഒരു നിർണായകമായ നീക്കം ഇപ്പോൾ നടത്തുന്നത്. ഇന്ത്യയുടെ ആകെ LPG ഇറക്കുമതിയുടെ 54% ഹോർമൂസ് വഴിയാണ് പോകുന്നത്. നിലവിൽ ഈ പാതയിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും രാജ്യത്ത് പെട്രോളിയം ഉത്പന്നങ്ങൾക്ക് യാതൊരുവിധ ക്ഷാമവും ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. കാരണം പെട്രോളിയം ഉത്പന്നങ്ങൾ ഒരു വലിയ രീതിയിൽ ഒരു 2-3 വർഷം എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇന്ത്യയുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഭാരത സർക്കാർ ഇപ്പോൾ പറയുന്നത്. ഇറക്കുമതിയിലുണ്ടായ കുറവ് നികത്താൻ ഇന്ത്യൻ റിഫൈനറികൾ ആഭ്യന്തര LPG ഉത്പാദനം പ്രതിദിനം 32,000 ടണ്ണിൽ നിന്ന് 60% വർദ്ധിപ്പിച്ച് 52,000 ടണ്ണാക്കി മാറ്റിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രസ്താവനയിൽ പറയുന്നത്.